കോഴിയിറച്ചിക്കും വാണിജ്യ പാചക സിലിണ്ടറിനും വിലയുയർന്നതോടെ ജില്ലയിലെ ഹോട്ടൽ ഉടമകൾ പ്രതിസന്ധിയിലേക്ക്. കോഴിയിറച്ചിക്കും വാണിജ്യ പാചക സിലിണ്ടറിനും വിലയുയർന്നതോടെ ഹോട്ടലുകൾ പ്രതിസന്ധിയിലായി. ഹോട്ടലുകളിലും തട്ടുകടകളിലും കൂടുതൽ വിറ്റുപോകുന്ന ചിക്കൻ വിഭവങ്ങളടക്കം വില കൂട്ടേണ്ടി വരുമെന്ന സ്ഥിതിയിലാണ് ഹോട്ടൽ ഉടമകൾ. ഹോട്ടൽ മേഖലയെ വളരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഹോട്ടലിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങളായ ചിക്കന് മറ്റൊരു കാലത്തും ഉണ്ടാവാത്ത രീതിയിലുള്ള വിലക്കയറ്റമാണ് ഈ 2025 ഡിസംബർ ഏകദേശം 20-ാം തീയതി മുതൽ ഇന്നേക്ക് 2026 ഇപ്പോൾ 5-ാം തീയതി വരെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 290 രൂപയാണ് ഇന്നത്തെ മീറ്റിൻ്റെ വില ഇറച്ചിയായിട്ട് മേടിക്കുമ്പോൾ കിട്ടുന്നത്. ഏകദേശം 1 കിലോ പുറത്ത് 100 രൂപയിലധികം വില വർധനവാണ് ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ശരാശരി ഹോട്ടലുകാരെ സംബന്ധിച്ച് വളരെ ഭീമമായ നഷ്ടമാണ് ഇപ്പോൾ ഈ കാലയളവിൽ ഈ വ്യാപാരം നടത്തുന്ന ഒരു ഉടമയെ സംബന്ധിച്ചുള്ളത്. അതോടൊപ്പം തന്നെയാണ് 2026 ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ട് പ്രതിസന്ധി അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന അനിയന്ത്രിതമായ ഗ്യാസിൻ്റെ വില വർധനവ്. 110-ലധികം രൂപ ഒരു സിലിണ്ടറിൻ്റെ പുറത്ത് വില വർദ്ധിപ്പിച്ചു. അങ്ങനെ പച്ചക്കറി സാധനങ്ങളുടെ വില ക്രമാതീതമായി മാർക്കറ്റിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം 2026 വല്ലാത്തൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇനിയിപ്പോൾ ഹോട്ടൽ ഉടമകൾക്ക് ഇത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ആനുപാതികമായ രീതിയിലുള്ള ഒരു വില വർധനവല്ലാതെ മറ്റൊരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് ആനുപാതികമായ വില വർധനവ് വില വർധനവിലേക്കുള്ള മാറ്റം വരുത്തുന്നതിനുള്ള ആലോചനകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഇതിനുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. നമ്മുടെ അവശ്യ സാധനങ്ങളുടെ വില വർധന അനുസരിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം ഹോട്ടൽ അസോസിയേഷൻ്റെ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഈ അനിയന്ത്രിതമായ വില വർധനവ് തടയുവാൻ സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് ഈ വ്യവസായത്തെ പിടിച്ചു നിർത്തുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും കൂടി ഇത്തരണത്തിൽ ആവശ്യപ്പെടുകയാണ്. വാണിജ്യ പാചകവാതകത്തിന്റെ വില വർധനയായിരുന്നു പുതുവർഷത്തിൽ ഹോട്ടൽ ഉടമകളെ കാത്തിരുന്നത്. 19 കിലോ സിലിണ്ടറിന് 111 രൂപയാണ് കൂടിയത്. ആലപ്പുഴയിൽ സിലിണ്ടർ വില 1750 രൂപ കടന്നു. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും 1-നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില നിശ്ചയിക്കുന്നത്. എന്നാൽ രാജ്യാന്തര വില കുറഞ്ഞിരുന്നിട്ടും പാചകവാതക വില ഉയർന്നതാണ് വിനയായത്. ഇതോടെ ഹോട്ടലുകാരുടെ ചെലവുകൾ കുത്തനെ കൂടി. ഇതിനു പുറമെയാണ് ഇറച്ചിക്കോഴി വില കൂടിയത്. ക്രിസ്മസിന് 150 മുതൽ 160 വരെ ഉണ്ടായിരുന്ന ചിക്കന്റെ വില 190 വരെയാണ് എത്തിയിരിക്കുന്നത്. ഇറച്ചിക്ക് 260 മുതൽ 270 രൂപയുണ്ട്. പ്രതിദിനം 5-7 രൂപയുടെ വർധനവാണ് ഉണ്ടാകുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. മണ്ഡലകാലമായതിനാൽ ഡിസംബറിൽ കോഴിക്ക് ഡിമാൻഡ് കുറയുമെന്നായിരുന്നു പ്രതീക്ഷ. അതിനാൽ ചെറുകിട കർഷകർ ഉൽപാദനം കുറച്ചിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് കോഴികളെ കൂടുതലായി എത്തിക്കുന്നതും.